നമ്മൾ ജീവിക്കുന്ന പ്രപഞ്ചത്തിന്റെ ഭാഗം വളരെ ശാന്തമാണ്. സമീപത്തുള്ള ഒന്നും പൊട്ടിത്തെറിക്കുകയോ നമ്മെ വിഴുങ്ങുകയോ നമ്മുടെ സ്വപ്നങ്ങൾ നശിപ്പിക്കുകയോ ചെയ്യാൻ സാധ്യതയില്ല. എന്നാൽ അതിനർത്ഥം ബാക്കിയുള്ള സ്ഥലം ഫ്രണ്ട്ലി ആണെന്ന് അർത്ഥമാക്കുന്നില്ല. നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഭയാനകമായ കാര്യങ്ങൾ അവിടെയുണ്ട്. ഇന്ന് നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭയാനകമായ കോസ്മിക് മോൺസ്റ്റേഴ്സിലേക്ക് നമ്മൾ പോകുകയാണ്. ലൈറ്റ്നിങ്ങിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. അതിനെ ഭയപ്പെടുന്നുണ്ടോ? നിങ്ങൾ ഒറ്റയ്ക്കല്ല. ബ്രോണ്ടോഫോബിയ ഒരു യഥാർത്ഥ കാര്യമാണ്. ഓരോ വർഷവും ഏകദേശം 24,000 ആളുകൾ മിന്നലാക്രമണത്തിൽ മരിക്കുന്നു. ഒരു സാധാരണ ബോൾട്ടിൽ ഏകദേശം 30,000 ആംപിയറുകൾ കറണ്ട് വഹിക്കുന്നുണ്ട്. ലോഹം ഉരുകാനോ മണൽ ഗ്ലാസ് ആക്കി മാറ്റാനോ പര്യാപ്തമാണ്. എന്നാൽ ടൊറന്റോ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ ബഹിരാകാശത്ത് ഭൂമിയുടെ ലൈറ്റ്നിങ്ങിനെ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെടുക്കുന്ന ഒരു വൈദ്യുതി ബോൾട്ട് കണ്ടെത്തി. അത് 10:18 ആംപിയർ എന്ന ഞെട്ടിക്കുന്ന ഒരു പ്രതിഭാസമായിരുന്നു. അത് ഒരേ സമയം 1 ട്രില്യൺ മിന്നലുകൾ പോലെയാണ്. അപ്പോൾ എന്താണ് അതിന് കാരണമായത്? 3C303 എന്ന ഗാലക്സിയുടെ മധ്യത്തിലുള്ള ഒരു വലിയ ബ്ലാക്ക് ഹോളിൽ നിന്നാണ് ഇത് വന്നത്. ബ്ലാക്ക് ഹോളിന്റെ ശക്തമായ മാഗ്നറ്റിക് ഫീൽഡ്സ് ഇന്ററാക്ട് ചെയ്തും ജനറേറ്റ് ചെയ്തും ഈ ഭ്രാന്തമായ കുതിച്ചുചാട്ടം സൃഷ്ടിക്കുന്നു. ഇലക്ട്രിസിറ്റി നമ്മുടെ ഒരേയൊരു കോസ്മിക് ഡേഞ്ചർ അല്ല. ചില നക്ഷത്രങ്ങൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. അവയുടെ ഗാലക്സികളിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഈ റോഗായ നക്ഷത്രങ്ങൾ സെക്കൻഡിൽ 10,000 കിലോമീറ്റർ വരെ വേഗതയിൽ ബഹിരാകാശത്തിലൂടെ സഞ്ചരിക്കുന്നു. പല നക്ഷത്രങ്ങളും ജോഡികളായി രൂപം കൊള്ളുന്നു, നർത്തകരെ പോലെ പരസ്പരം ഓർബിറ്റ് ചെയ്യുന്നു. എന്നാൽ ചിലപ്പോൾ അവയിലൊന്ന് ഒരു ഗാലക്സിയുടെ സെൻട്രൽ ബ്ലാക്ക് ഹോളിനോട് വളരെ അടുത്തെത്തും. ഒരു നക്ഷത്രം മറ്റൊരു നക്ഷത്രത്തെ വിഴുങ്ങുന്നു. മറ്റൊന്ന് മൈൻഡ് ബെൻഡിങ് സ്പീഡിൽ ബഹിരാകാശത്തേക്ക് എറിയപ്പെടുന്നു. ആ റോഗ് നക്ഷത്രങ്ങളിലൊന്ന് നമ്മുടെ അടുത്തേക്ക് വന്നാൽ അത് നമ്മളെ കത്തിച്ച് ഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ നിന്ന് കീറിമുറിച്ചേക്കാം. ഭാഗ്യവശാൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ഭാവിയിലെ ഒരു പ്രശ്നം നമുക്ക് നോക്കാം. ഏകദേശം 3 ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഗാലക്സി ആൻഡ്രോമിഡ ഗാലക്സിയിൽ ഇടിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ അവയുടെ കേന്ദ്രങ്ങളിലെ 2 ബ്ലാക്ക് ഹോൾസ് ഒന്നിച്ചേക്കാം, അല്ലെങ്കിൽ അവ പരസ്പരം ഓർബിറ്റ് ചെയ്യാൻ തുടങ്ങിയേക്കാം. ഇത് ഒരു ക്വാസർ സൃഷ്ടിച്ചേക്കാം. അടിസ്ഥാനപരമായി ഒരു ബ്ലാക്ക് ഹോളിനാൽ പ്രവർത്തിക്കുന്ന ഒരു സൂപ്പർ ബ്രൈറ്റ് കോറാണ് ക്വാസർ. ക്വാസറുകൾ വളരെ തിളക്കമുള്ളവയാണ്. 100 മിൽക്കി വേസിനെ മറികടക്കുവാൻ ഇതിന് കഴിയും. ഒന്ന് എത്തി നോക്കാൻ നിങ്ങൾക്ക് സൺഗ്ലാസുകളുടെ ഒരു വെയർഹൗസ് തന്നെ ആവശ്യമാണ്. പിന്നെ ഹ്യൂജ് ലാർജ് ക്വാസർ ഗ്രൂപ്പ് ഉണ്ട്. അതെ, അതാണ് യഥാർത്ഥ പേര്. 4 ബില്യൺ പ്രകാശവർഷങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 73 ക്വാസറുകളുടെ ഒരു ശൃംഖലയാണ് ഇത്. അതിലും വലുതുണ്ടോ? ഉണ്ട്. ഹെർക്കുലീസ് കൊറോണ ബോറിയാലിസ് ഗ്രേറ്റ് വാൾ ഡൈയിങ് സ്റ്റാർസിൽ നിന്നുള്ള ഗാമ റേസ് കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ ഘടനയാണ് ഇത്. ഐ പ്രൊട്ടക്ഷൻ ഇല്ലാതെ നിങ്ങൾ ഇതിനെ ഉറ്റുനോക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഇനി ഡൈയിങ് സ്റ്റാർസിനെ കുറിച്ച് പറയാം. ചിലപ്പോൾ ഒരു ഭീമൻ നക്ഷത്രം മരിക്കുമ്പോൾ അത് ഒരു ന്യൂട്രോൺ നക്ഷത്രമായി ചുരുങ്ങുന്നു. വെറും 11 കിലോമീറ്റർ വീതിയുള്ള, എന്നാൽ നമ്മുടെ സൂര്യന്റെ ഇരട്ടി ഭാരമുള്ള ഒരു പന്തായി മാറുന്നു. ഈ ന്യൂട്രോൺ നക്ഷത്രങ്ങളിൽ ചിലത് പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ മാഗ്നറ്റ്സായി, കാന്തങ്ങളായി മാറുന്നു. അവയുടെ മാഗ്നറ്റിക് ഫീൽഡ്സ് വളരെ തീവ്രമാണ്. അവ ചുറ്റുമുള്ള സ്പേസിനെ മാറ്റുന്നു. അതെ, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ മെറ്റൽ പിയേഴ്സിങ്സോ അടുത്തേക്കൊന്നും കൊണ്ടുവരരുത്. നക്ഷത്രങ്ങൾ നെബുലകൾ എന്നറിയപ്പെടുന്ന മനോഹരമായ, അതേസമയം ഭയാനകമായ പൊടിപടലങ്ങളും അവശേഷിപ്പിക്കുന്നു. അവ അടുത്തുനിന്ന് നോക്കിയാൽ നേർത്തതും ശൂന്യവുമായി കാണപ്പെട്ടേക്കാം. പക്ഷെ ദൂരെ നിന്ന് നോക്കിയാൽ ഇരുട്ടിൽ രാക്ഷസന്മാരെ പോലെ കാണപ്പെടുന്ന വലിയ ഘടനകളെ നമുക്ക് കാണാൻ കഴിയും. പില്ലേഴ്സ് ഓഫ് ക്രിയേഷൻ പോലെ 7,000 പ്രകാശവർഷം അകലെയുള്ള ഭീമൻ ഗ്യാസ് കോളംസ് ഉണ്ട്. അവ പതുക്കെ പുതിയ നക്ഷത്രങ്ങൾക്ക് ജന്മം നൽകുന്നു. ലളിതമായ വാതകത്തെ ജീവന്റെ നിർമ്മാണ ഘടകങ്ങളാക്കി മാറ്റുന്നു. ഇനി പ്രപഞ്ചത്തിലെ ഏറ്റവും ഭയാനകമായ രാക്ഷസന്മാരെ നമുക്ക് പരിചയപ്പെടാം. സോംബി നക്ഷത്രങ്ങൾ. ഒരു ചെറിയ നക്ഷത്രം മരിച്ചതിനു ശേഷം അവശേഷിക്കുന്നത് ഒരു വെളുത്ത കുള്ളനാണ്. അത് തണുപ്പാണ്, പ്രകാശിക്കുന്നില്ല, ബഹിരാകാശത്ത് പൊങ്ങിക്കിടക്കുന്നു. എന്നാൽ അതിന് ഒരു പാർട്ട്ണർ സ്റ്റാർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റർ മോഷ്ടിക്കുവാൻ കഴിയും. പതുക്കെ വളർന്ന് ഒരു സൂപ്പർനോവയായി വീണ്ടും പൊട്ടിത്തെറിക്കും. അതൊരു സോംബി നക്ഷത്രമാണ്. അക്ഷരാർത്ഥത്തിൽ മരിച്ചവരിൽ നിന്ന് തിരിച്ചു വരുന്നു. വാമ്പയർ സ്റ്റാർസും ബ്ലൂ സ്ട്രാഗ്ലസും ഉണ്ട്. ഇവ ചുറ്റുമുള്ള നക്ഷത്രങ്ങളെക്കാൾ ചെറുപ്പമായി കാണപ്പെടുന്നു. എങ്ങനെ? അവ അടുത്തുള്ള നക്ഷത്രങ്ങളിൽ നിന്ന് ജീവൻ വലിച്ചെടുക്കുന്നു. ചൂടും ചെറുപ്പവും നിലനിർത്താൻ അവയുടെ ഇന്ധനം മോഷ്ടിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് എന്നേക്കുമായി ചെറുപ്പമായി കാണണമെങ്കിൽ ഫേഷ്യൽ ചെയ്യുന്നതൊക്കെ നിർത്തിക്കോ. ഒരു നക്ഷത്രത്തെ അങ്ങ് വിഴുങ്ങുക. നിങ്ങൾക്ക് ദാഹം തോന്നുന്നുണ്ടോ? മിൽക്കി വേയുടെ മധ്യത്തിൽ
150 പ്രകാശവർഷം വീതിയുള്ള സാജിറ്റേറിയസ് B2 എന്ന ഒരു മേഘമുണ്ട്. അതിൽ റാസ്ബെറി, റം എന്നിവ പോലെ രുചിയുള്ള എഥൈൽ ഫോർമാറ്റും വലിയ അളവിൽ മദ്യവും അടങ്ങിയിരിക്കുന്നു. ഭൂമിയിലുള്ള എല്ലാവർക്കും കോടിക്കണക്കിന് വർഷത്തേക്ക് മദ്യപിക്കാൻ ഇത് മാത്രം മതി. നാസ ആളുകളെ ബഹിരാകാശ യാത്രയെക്കുറിച്ച് ആവേശഭരിതരാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ലിക്കർ ക്യാബിനറ്റ് റെയ്ഡ് ചെയ്യാൻ പോകുന്നുവെന്ന് അവർ പറഞ്ഞാൽ മതി. ഒരു പക്ഷേ എല്ലാ അന്യഗ്രഹ ജീവികളും അവിടെ ആയിരിക്കാം. കോസ്മിക് ബാറിൽ ലഹരിയിൽ ആണ്ടിരിക്കുകയായിരിക്കും. ഇത്രയും ബഹിരാകാശ രാക്ഷസന്മാർ ഉള്ളപ്പോൾ ഭൂമി അത്ര മോശമായിരിക്കില്ല. ഒരു സൂര്യൻ, ചുറ്റും പറക്കുന്ന ചില പാറകൾ, നമ്മൾ ഇതിനകം ഇവിടെയുള്ള വിചിത്ര ജീവികൾ. അതിനാൽ നിങ്ങളുടെ റമ്മും റാസ്ബെറിയും അതിലേക്ക് ഉയർത്തുക. ഗാലക്സിയിലെ നമ്മുടെ ഭാഗം ബോറിംഗ് ആണെന്നോർത്ത് സന്തോഷിക്കുക. കണ്ടതിന് വളരെ നന്ദി. കൂടുതൽ മിസ്റ്റീരിയസ് ഫാക്ട്സിനായി മിസ്റ്റീരിയസ് ലോകം സബ്സ്ക്രൈബ് ചെയ്യുക.